ഷഹദ് റഹ്മാൻ ആശുപത്രിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഷഹദ്, ഞാൻ നേരത്തെ ചോദിച്ചത് അവിടെ സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല എന്നറിയാം, എങ്കിൽ പോലും നമുക്ക് ആശങ്കയുണ്ട്. രണ്ടുപേരുടെ നില ഗുരുതരമാണ്, ഒപ്പം നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. അവിടെ ബന്ധുക്കളോ പരിക്കേറ്റവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ ആശുപത്രി അധികൃതരുമായോ എങ്ങാനും സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അവരുടെയൊക്കെ ആരോഗ്യസ്ഥിതി എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനം. ഷഹദ്, വിവരങ്ങൾ. നിലവിൽ ഞാൻ നിൽക്കുന്ന ഈ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ 20 പേരെയാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 10 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലാണ്. ഇവിടേക്കാണ് ഈ പരിക്ക് പറ്റിയ ആളുകളെ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഈ പാലത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ ആശുപത്രി പ്രവർത്തിക്കുന്നത്. നമുക്കൊരു പക്ഷേ ആ ഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഈ ആളുകളോട് തന്നെ ചോദിക്കാം, ചേട്ടാ ഏകദേശം എത്ര ആൾക്കാരെ ഇപ്പം അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്? ഏകദേശം അറിയില്ല കേട്ടോ, കാര്യമായിട്ടുള്ള പരിക്ക് പറ്റിയ ആൾക്കാരുണ്ടോ? കാര്യമായിട്ട് കണ്ടുകൊണ്ട് അറിയില്ല, ചോദിച്ചു അറിയാം. ഇത്തരത്തിലാണ്. അതായത് ഇപ്പോൾ ഈ വിശദാംശങ്ങളൊക്കെ, അതായത് ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ വിശദാംശങ്ങളൊക്കെ ഇവിടെ ഈ സംഭവം നടക്കുന്ന സമയത്തുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോൾ പിന്നെ ഒരു 10-12 ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ 1-2 ആളുകൾക്ക് പരിക്ക് കാര്യമായിട്ടുള്ളൂ. വേറെ ബ്ലഡ് കാര്യമൊന്നും ഇല്ല. പേടിച്ചു പോയിട്ടുള്ള ഇതുകളാണ്. പിന്നെ ഒരാൾക്ക് മാത്രമേ അവർ ഇത് കൊടുക്കുന്നത് കണ്ടത്. വലിയ രീതിയില്ല, പക്ഷെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. കുറച്ച് ആളുകളെ അങ്ങോട്ടും കൊണ്ടുപോയിട്ടുണ്ട് പറഞ്ഞു. ഞാൻ വേറൊരു ആവശ്യത്തിന് ഇവിടെ വേണ്ടി വന്നതാണ്. ഇപ്പം ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ PR കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. സാറേ, നിലവിലിപ്പോഴുള്ള ആൾക്കാരുടെ ഒരു അവസ്ഥ എങ്ങനെ? പറയാറായിട്ടില്ല. എത്ര പേരെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ പറയാം. ആയിരിക്കും സീരിയസ് എന്തെങ്കിലും? പറയാറായിട്ടില്ല, പറയാം. അങ്ങനെയാണ്. കാരണം നിലവിൽ ഇപ്പോൾ നമ്മളോട് ഇവിടെ നിന്നും ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുള്ളത് നിലവിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നുള്ളൊരു കാര്യമാണ്. ബാക്കി ആളുകളൊക്കെ തന്നെ ചികിത്സയിലാണ്. അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതലും കുട്ടികളാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം പോലീസിൽ നിന്നും. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ആശുപത്രി അധികൃതരോടും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കുട്ടികളാണ് കൂടുതലായിട്ടും ഉള്ളത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് യൂണിഫോം ധരിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണ് കൂടുതലായിട്ടും ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ചികിത്സകൾ പ്രധാനമായിട്ടും നൽകേണ്ട ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. സീരിയസ് ആയിട്ടുള്ള ആളുകളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരമാവധി പേരും വിവരങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പോലീസ് ബന്ധപ്പെട്ട ആളുകളിലേക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട്. അല്ലാത്ത കേസുകളിൽ അവരുടെ ആളുകളുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്പസമയം മുൻപാണ്, ഏകദേശം അരമണിക്കൂർ മുൻപാണ് ഇത്തരത്തിൽ ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. ഇങ്ങനെ, അതായത് ഈ ബൈക്കിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ ഇത്തരത്തിൽ ഈ അപകടം സംഭവിക്കുന്നത് അല്പസമയം മുൻപാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, സ്കൂൾ യൂണിഫോം ധരിച്ച വിദ്യാർത്ഥികളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവർക്കൊപ്പം സഞ്ചരിച്ച അല്ലെങ്കിൽ ഇവരുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിൽ ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് നിലവിലെ സാഹചര്യത്തിൽ സ്ഥലത്തുണ്ട്. കാരണം കൂടുതൽ കേസുകൾ, അതായത് കൂടുതൽ ആളുകളെ, അതായത് 10-ലധികം ആളുകളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ബസ് ഇപ്പോൾ ഈ അരിയെടുത്തുപാലത്ത് തന്നെ കിടക്കുന്നുമുണ്ട്. കാരണം വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഈ മേഖലയിൽ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അപകടം നടന്നതിന് തൊട്ടടുത്താണ് ഈ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതായത് അധികം താമസിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഈ അപകടത്തിൽപ്പെട്ട ആളുകളെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറെ ആശ്വാസം നിറഞ്ഞ ഒരു കാര്യമാണ്. ഇനി ഇപ്പോൾ ഇവിടെ ചികിത്സയിലുള്ള ആളുകളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് അല്പസമയത്തിനകം തന്നെ ഡോക്ടർമാർ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അല്പം മുമ്പ് നമ്മൾ പ്രതികരണത്തിന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് PRO ആയിരുന്നു, ആശുപത്രിയിലുള്ള PRO ആയിരുന്നു. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഒന്നും പറയാൻ സാധിക്കുകയില്ല. കുറച്ച് സമയം കഴിഞ്ഞാൽ മാത്രമേ ആളുകളുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് നിലവിൽ ഇപ്പോൾ ഈ ആശുപത്രി അധികൃതർ ഇപ്പോൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഞാൻ നിൽക്കുന്ന കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ 20 പേരെയാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 10 പേരെയുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഒരാളുടെ ആരോഗ്യനിലയാണ് ഏതായാലും ആശുപത്രിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ PRO പറഞ്ഞതനുസരിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നേ ഉള്ളൂ. ഒന്നും പറയാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള ആർക്കും തന്നെ ഗുരുതരമായ രീതിയിൽ ഒരു പരുക്കില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ അവിടുത്തെ റിപ്പോർട്ടുകൾ വരേണ്ടതുണ്ട്. ഇനിയിപ്പോൾ അഭിജിത്ത് മുഴക്കുന്നിലേക്ക് കൂടി നമുക്കൊന്ന്
പോകാമെന്ന് തോന്നുന്നു. അഭിജിത്ത്, ഈ 4 മണി കഴിഞ്ഞ സമയം, അധിക സമയമായില്ല ഈ അപകടം ഉണ്ടായിട്ട്, 4 മണി കഴിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൂടുതലായി ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ കണ്ടുനിന്ന ആളുകൾ പലരും പറഞ്ഞത് യൂണിഫോം ഇട്ട കുട്ടികൾ, വിദ്യാർത്ഥികൾ തന്നെയായിരിക്കും, അവരാണ് കൂടുതൽ ഉണ്ടായത്. ഫ്ലൈ ഓവർ ഇറങ്ങി വരുമ്പോൾ ഉണ്ടായ അപകടം ഒരുപക്ഷെ ബൈക്കിനെ വെട്ടിച്ച് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ബൈക്കിന് അപകടം പറ്റാതിരിക്കാൻ തെന്നി മാറിയത് വെട്ടിച്ചതുമാകാം. എന്തു തന്നെയായാലും തെന്നി മാറി അങ്ങനെ ബസ് കരണം മറയുക ആയിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വല്ലാതെ ആശങ്കയുണ്ട്. പക്ഷേ വരുന്ന വിവരങ്ങളനുസരിച്ച് അങ്ങനെ വലിയ രീതിയിലുള്ള ഗുരുതരമായ പരിക്കുകൾ അങ്ങനെ അധികം പേർക്ക് പറ്റിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കുറച്ചു പേർക്ക് കുറച്ച് ഗൗരവം ആയിട്ടുള്ള ഒരു അവസ്ഥ, അവരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ളവരുടെ വിവരങ്ങൾ നമുക്ക് തേടേണ്ടതുണ്ട്, അവരുടെ ആരോഗ്യനില അറിയേണ്ടതുണ്ട്. അഭിജിത്ത് ഇപ്പോഴും ആ സ്ഥലത്തു തന്നെ നിൽക്കുകയാണോ? വലിയ ട്രാഫിക്കുള്ള സ്ഥലമാണ്. എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? സ്മിത, നമ്മളിപ്പോഴും അവിടെ തന്നെ തുടരുകയാണ്. ഈ ബസ് ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം അത് ഊർജിതമായി തുടരുന്നുണ്ട്. ക്രെയിൻ ഉൾപ്പെടെ ഇവിടെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥരും, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഈ ബസ് മാറ്റാനുള്ള നടപടികൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ രൂക്ഷമായ ഗതാഗത കുരുക്കുണ്ടാകുന്നുണ്ട്. അത് നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങളും ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. ഏതായാലും സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ സമയം അത് സ്കൂൾ വിട്ട സമയമാണ്. അതിനാൽ തന്നെ നിറയെ സ്കൂൾ വിദ്യാർത്ഥികൾ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനാൽ തന്നെ ആ രീതിയിലുള്ള ഒരു ആശങ്കയും ചിലർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ പരിക്കു പറ്റിയവരിൽ കൂടുതലും സ്കൂൾ വിദ്യാർത്ഥികളാണോ എന്നുള്ളൊരു ആശങ്ക കൂടി നിലവിൽ പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. ദൃക്സാക്ഷികൾ ഉൾപ്പെടെ അങ്ങനെയാണ് നേരത്തെ നമ്മളോട് പ്രതികരിക്കുമ്പോൾ വ്യക്തമാക്കിയത്. ഈ ബസ്സിനകത്ത് സ്കൂൾ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. ഏതായാലും പരിക്കു പറ്റിയവരെ പൂർണ്ണമായും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ആശ്വാസകരമായ കാര്യം. പക്ഷേ അപ്പോഴും ഒരാൾക്കല്പം ഗുരുതരമായ പരിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ആശങ്കയുണ്ടാക്കുന്ന ഒരു വസ്തുത. നമ്മൾ നേരത്തെ ഒരാളുടെ ആരോഗ്യനില കുറച്ച് ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ അഭിജിത്ത് മുഴക്കുന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഷഹദ് റഹ്മാൻ അവിടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വിവരങ്ങൾ തേടുന്നുണ്ട്. അല്പസമയം മുൻപാണ് ഈ അപകടമുണ്ടായത്.